സോഷ്യൽ മീഡിയയിലെ ജനപ്രിയ കണ്ടന്റ് ക്രിയേറ്ററും മലയാളികളുടെ പ്രിയങ്കരിയായ താരപുത്രിയുമായ ഹൻസിക കൃഷ്ണ തന്റെ ബിരുദ പഠനം ഉന്നത വിജയത്തോടെ പൂർത്തിയാക്കിയിരിക്കുകയാണ്. നടൻ കൃഷ്ണകുമാറിന്റെ നാലാമത്തെ മകളായ ഹൻസിക വെറും ഒരു ഇൻഫ്ലുവൻസർ മാത്രമല്ല, പഠനത്തിലും കലയിലുമെല്ലാം ഒരുപോലെ തിളങ്ങുന്ന സകലകലാ വല്ലഭയാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു. കോളേജ് ജീവിതം എന്നത് ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിലെ ഏറ്റവും മനോഹരവും എന്നാൽ ഒട്ടനവധി മാറ്റങ്ങൾക്ക് വഴി തുറക്കുന്നതുമായ ഒരു കാലഘട്ടമാണ്. ഹൻസിക കൃഷ്ണയെ സംബന്ധിച്ചും ഈ 3 വർഷങ്ങൾ കേവലം പുസ്തകങ്ങളിൽ നിന്നുള്ള അറിവ് നേടൽ മാത്രമല്ലായിരുന്നു, മറിച്ച് വലിയ ജീവിതപാഠങ്ങൾ പഠിച്ച ഒരു വലിയ യാത്രയായിരുന്നു. 2026 ജൂൺ 9-നാണ് ഹൻസിക ഉയർന്ന ഗ്രേഡോടെ തന്റെ ബാച്ചിലർ ബിരുദം സ്വന്തമാക്കിയത്. കോളേജിലെ സുഹൃത്തുക്കൾക്കിടയിൽ ഡാൻസിംഗ് ക്വീൻ എന്ന് അറിയപ്പെട്ടിരുന്ന ഹൻസിക പഠനത്തിലും ഒട്ടും പിന്നിലല്ല എന്ന് തെളിയിച്ചുകൊണ്ട് എ ഗ്രേഡോടെയാണ് ബിരുദം പാസ്സായത്. കോളേജ് ജീവിതത്തിന്റെ ഔദ്യോഗികമായ സമീപനത്തെക്കുറിച്ചും ഈ യാത്ര തന്നെ എങ്ങനെ മാറ്റിയെഴുതി എന്നതിനെക്കുറിച്ചും ഹൻസിക വളരെ വൈകാരികമായാണ് കുറിച്ചത്. ഒരു പ്രമുഖ കണ്ടന്റ് ക്രിയേറ്റർ എന്ന നിലയിൽ ലക്ഷക്കണക്കിന് ആരാധകരുള്ള ഹൻസികയ്ക്ക് സോഷ്യൽ മീഡിയ മാനേജ്മെന്റ്, യൂട്യൂബ് വ്ലോഗിംഗ്, ബ്രാൻഡ് പ്രൊമോഷനുകൾ, ഷൂട്ടുകൾ എന്നിവയ്ക്കായി വലിയൊരു സമയം മാറ്റിവെക്കേണ്ടി വരാറുണ്ട്. ഇത്രയും വലിയ തിരക്കുകൾക്കിടയിലും പഠനത്തെ ഒട്ടും ബാധിക്കാത്ത രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഹൻസികയ്ക്ക് കഴിഞ്ഞു എന്നതും ഏറെ ശ്രദ്ധേയമാണ്. എല്ലാം ഒരേ സമയം ബാലൻസ് ചെയ്യാൻ തനിക്ക് സാധിക്കുമെന്ന് താരം സ്വയം തെളിയിക്കുകയായിരുന്നു. യാത്രകളിലും ഷൂട്ടിംഗ് തിരക്കുകളിലും പഠനം ഉപേക്ഷിക്കാൻ ഹൻസിക തയ്യാറായില്ല. ഒരു നിമിഷം എവിടെ കിട്ടിയാലും പുസ്തകം തുറന്ന് പഠിക്കുന്ന ശീലമാണ് താരം പിന്തുടർന്നത്. എയർപോർട്ടുകളിൽ കാത്തിരിക്കുമ്പോൾ, വിമാനങ്ങളിലും ട്രെയിനുകളിലും യാത്ര ചെയ്യുമ്പോൾ, ഷൂട്ടിംഗ് സെറ്റുകളിലും ക്യാരവാനുകളിൽ ഇരിക്കുമ്പോഴൊക്കെ താൻ പരമാവധി സമയം പഠനത്തിനായി ഉപയോഗിച്ചിരുന്നുവെന്ന് ഹൻസിക വ്യക്തമാക്കുന്നു. ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ തിരക്കുകൾ നിറഞ്ഞ ഒന്നായിരുന്നു താരത്തിന്റെ അവസാന സെമസ്റ്റർ. എന്നാൽ ഈ ഘട്ടത്തിലാണ് താൻ ഏറ്റവും ഉയർന്ന മാർക്കുകൾ വാങ്ങിയതെന്ന് ഹൻസിക അഭിമാനത്തോടെ പറയുന്നു. അവസാന സെമസ്റ്ററിലെ എല്ലാ വിഷയങ്ങളിലും എ ഗ്രേഡും പ്രൊജക്ടിന് A+ ഗ്രേഡും താരം സ്വന്തമാക്കി. യൂട്യൂബിൽ ഹൻസിക പങ്കുവയ്ക്കാറുള്ള സ്റ്റഡി വ്ലോഗുകൾ വഴി നിരവധി വിദ്യാർത്ഥികൾക്ക് കൃത്യമായി പഠിക്കാനും പരീക്ഷകളെ ആത്മവിശ്വാസത്തോടെ നേരിടാനും പ്രചോദനം നൽകാൻ കഴിഞ്ഞതിൽ തനിക്ക് അതിയായ സന്തോഷമുണ്ടെന്നും താരം കൂട്ടിച്ചേർത്തു. സിനിമ, രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരു പ്രശസ്ത കുടുംബത്തിൽ നിന്ന് വരുന്നത് കൊണ്ട് ഒരു വ്യക്തിയുടെ ജീവിതം എപ്പോഴും എളുപ്പമാകണമെന്നില്ല എന്ന വലിയൊരു യാഥാർത്ഥ്യം ഹൻസിക ഈ കുറിപ്പിലൂടെ തുറന്നു പറയുന്നുമുണ്ട്. പലപ്പോഴും പുറത്തുള്ള ആളുകൾ വിചാരിക്കുന്നത് പ്രശസ്തരായ ആളുകളുടെ മക്കൾക്ക് എല്ലായിടങ്ങളിലും പ്രത്യേക പരിഗണനയും ആനുകൂല്യങ്ങളും ലഭിക്കുമെന്നാണ്. എന്നാൽ യാഥാർത്ഥ്യം ഇതിന് വിപരീതമാണെന്ന് ഹൻസിക വ്യക്തമാക്കുന്നു. ഒരു പ്രശസ്ത കുടുംബത്തിൽ നിന്നാണ് വരുന്നത് എന്നതുകൊണ്ട് ജീവിതം എപ്പോഴും എളുപ്പമാകണമെന്നില്ല. ചിലപ്പോൾ അതിനൊപ്പം അനാവശ്യമായ മുൻവിധികളും തെറ്റിദ്ധാരണകളും ഒറ്റപ്പെടുത്തലുകളും നിശബ്ദമായ അവഗണനകളും ഉണ്ടാകും. കോളേജ് ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ആളുകൾ അറിയപ്പെടുന്നവരായിരിക്കുന്നു എന്നത് പ്രത്യേക പരിഗണന ലഭിക്കുന്നതിന് ഉറപ്പല്ല. ചിലപ്പോൾ അതിന്റെ വിപരീതവുമാകാം. പൊതുവേദികളിൽ ലഭിക്കുന്ന വലിയ പ്രശംസകളെക്കാൾ തനിക്ക് വിലപ്പെട്ടതായി തോന്നിയത് തന്റെ കഠിനാധ്വാനവും യഥാർത്ഥ സ്വഭാവവും യാത്രയും അടുത്തറിഞ്ഞവർ വ്യക്തിപരമായി നൽകിയ വലിയ അംഗീകാരങ്ങളാണെന്ന് ഹൻസിക ഓർക്കുന്നു. കോളേജ് ജീവിതത്തിലേക്ക് ആദ്യമായി കടന്നു വരുമ്പോൾ ഹൻസികയ്ക്ക് വെറും 17 വയസ്സ് മാത്രമായിരുന്നു പ്രായം. ലോകത്തിന്റെ ചതിക്കുഴികളെക്കുറിച്ചോ മനുഷ്യരുടെ സ്വാർത്ഥതകളെക്കുറിച്ചോ വലിയ ധാരണയില്ലാതിരുന്ന ആ പ്രായത്തിൽ നിന്നും ഇന്ന് താൻ ഒരുപാട് മാറി ചിന്തിക്കാൻ പഠിച്ചുവെന്നും താരം തുറന്നു പറഞ്ഞു. താൻ ഏറെ വിശ്വസിച്ച ചില ആളുകൾ തന്നെ പരീക്ഷിക്കുകയും സ്വന്തം ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുകയും ഒടുവിൽ വഞ്ചിക്കുകയും ചെയ്തപ്പോൾ വലിയ നിരാശ തോന്നിയതായും ഹൻസിക വെളിപ്പെടുത്തുന്നു. ചില സൗഹൃദങ്ങൾ വഞ്ചനയിൽ അവസാനിച്ച ശേഷം പിന്നീട് അവർ തെറ്റുകൾ മനസ്സിലാക്കി ക്ഷമാപണങ്ങളോടും പശ്ചാത്താപത്തോടും കൂടി തിരികെ വന്നിരുന്നു. എന്നാൽ മുൻപ് പറ്റിയ തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ എല്ലാ വാതിലുകളും വീണ്ടും തുറന്നു നൽകേണ്ടതില്ല എന്ന വലിയ പാഠം താൻ പഠിച്ചതായും ഹൻസിക പറയുന്നു. മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം വ്യക്തിത്വം പണയം വെക്കാതെ തന്റെ യഥാർത്ഥ സ്വഭാവം നിലനിർത്തുകയും മനസ്സമാധാനം തിരഞ്ഞെടുക്കുകയും ചെയ്തതാണ് തന്നെ കൂടുതൽ മികച്ചൊരു വ്യക്തിയാക്കി മാറ്റിയതെന്നും താരം വിശ്വസിക്കുന്നു. കോളേജിലേക്ക് കടന്നു വന്ന ആ പാവം 17-കാരിയല്ല ഇന്ന് താൻ. പുറത്തേക്ക് നടക്കുമ്പോൾ ഇത്രയും ശക്തിയും ബുദ്ധിമതിയും ആത്മവിശ്വാസമുള്ള ഒരു സ്ത്രീയായി താൻ മാറുമെന്ന് അന്ന് കരുതിയില്ലെന്നും ഹൻസിക വ്യക്തമാക്കുന്നു. കോളേജിലെ അധ്യാപകരുടെ കാഴ്ചപ്പാടിൽ ഏറ്റവും മികച്ച വിദ്യാർത്ഥികളിൽ ഒരാളായി മാറാൻ കഴിഞ്ഞത് ഒരു വലിയ ഭാഗ്യമായും ഹൻസിക കരുതുന്നുണ്ട്. അത് തനിക്ക് ലഭിച്ച എന്തെങ്കിലും പ്രത്യേക പരിഗണന കൊണ്ടല്ല, മറിച്ച് മുതിർന്നവരോടും അധ്യാപകരോടും താൻ എപ്പോഴും കാണിക്കാൻ ശ്രമിച്ച ബഹുമാനവും വിനയവും പഠനത്തോടുള്ള ആത്മാർത്ഥതയും കൊണ്ടാണെന്നും താരം വ്യക്തമാക്കുന്നു. അധ്യാപകരിൽ നിന്ന് ലഭിച്ച സ്നേഹവും മറ്റുള്ളവർക്ക് ഒരു നല്ല മാതൃകയാകാൻ കഴിഞ്ഞതും നന്ദിയോടെ മാത്രമേ ഓർക്കാൻ കഴിയൂ. ഹൻസികയുടെ ജീവിതത്തിലെ ഈ സുപ്രധാനമായ ദിനത്തിന് സാക്ഷ്യം വഹിക്കാൻ അച്ഛൻ കൃഷ്ണകുമാറും അമ്മ സിന്ധു കൃഷ്ണയും സഹോദരിമാരും അടങ്ങുന്ന കുടുംബാംഗങ്ങളും ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളും ചടങ്ങിൽ നേരിട്ടെത്തുകയും ചെയ്തിരുന്നു. അവരുടെ നിരന്തരമായ സ്നേഹവും പിന്തുണയുമാണ് തന്റെ വിജയത്തിന്റെ പിന്നിലെ യഥാർത്ഥ കരുത്ത്. വളർച്ചയുടെയും ഓർമ്മകളുടെയും ജീവിതം പഠിപ്പിച്ച വലിയ പാഠങ്ങളുടെയും 3 വർഷങ്ങൾക്ക് വിട നൽകിക്കൊണ്ട് ഹൻസിക കൃഷ്ണ തന്റെ ജീവിതത്തിലെ പുതിയൊരു അധ്യായത്തിലേക്ക്
ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. സോഷ്യൽ മീഡിയയിലെ ഗ്ലാമർ ലോകത്തിനിടയിലും സ്വന്തം പഠനത്തിനും മൂല്യങ്ങൾക്കും പ്രാധാന്യം നൽകിയ ഹൻസികയുടെ ഈ വിജയം ഇന്ന് ഒട്ടനവധി യുവതലമുറയ്ക്ക്, പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്ക് വലിയൊരു മാതൃകയാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ മികച്ച കണ്ടന്റുകളിലൂടെയും പുതിയ ഉയരങ്ങളിലൂടെയും ഹൻസികയ്ക്ക് മുന്നേറാൻ കഴിയട്ടെ എന്ന് ആരാധകരും ആശംസിക്കുന്നു.